അധോമുഖം ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ട് കണ്ട ഒരു തമിഴത്തിലുള്ള സിനിമയാണ്. സുനിൽ ദേവാണ് സംവിധാനം. SP സിദ്ധാർത്ഥ്, ചൈതന്യ പ്രതാപ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ അധോമുഖത്തെ കുറിച്ചാണിന്ന്. ഒരു ടീ എസ്റ്റേറ്റ് മാനേജറായ മാർട്ടിൻ ഭാര്യ ലീനയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാണ് പടമെന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള, അങ്ങനെ പറഞ്ഞാൽ പോരാ, ഒരു ട്വിസ്റ്റിന് പിറകെ മറ്റൊരു ട്വിസ്റ്റ്, പിന്നെ വേറൊന്ന്, അങ്ങനെ പോകുന്ന ഒരു ത്രില്ലറാണിത്. ചില ട്വിസ്റ്റ് ഒക്കെ പ്രെഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും ചിലതൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ക്ലൈമാക്സിലെ ട്വിസ്റ്റ്, അതിന് പിറകെയുള്ള ട്വിസ്റ്റ്, അതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇത് വളരെ വലിയൊരു സ്റ്റോറിയാണ് കേട്ടോ. ഒരു സീരീസിനുള്ള സ്റ്റോറി 2 മണിക്കൂറുള്ള ഒരു സിനിമയ്ക്ക് തീർത്തതുപോലെയാണ് തോന്നിയത്. അതും ക്ലൈമാക്സിൽ എൻഡ് ക്രെഡിറ്റിൽ തന്നെ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സിനിമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ സിനിമയുടെ വലിയ പോസിറ്റീവ് എന്ന് പറയാം. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പല കാര്യങ്ങളും കൺവിൻസിംഗ് ആയിട്ട് അനുഭവപ്പെട്ടില്ല. ഒരു സംഭവം കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ ഉൾക്കൊള്ളാൻ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പെർഫോമൻസും പടത്തിന്റെ നെഗറ്റീവുകൾ ഒന്നായിട്ടേ പറയാൻ പറ്റുകയുള്ളൂ. പ്രധാന വേഷങ്ങളിൽ വന്ന SP സിദ്ധാർത്ഥ്, ചൈതന്യ പ്രതാപ് എന്നിവരുടെ പ്രകടനം അത്ര കൺവിൻസിംഗ് ആയിട്ട് അനുഭവപ്പെട്ടില്ല. മാർട്ടിനായിട്ട് വന്ന സിദ്ധാർത്ഥിന്റെ ചിലയിടങ്ങളിലെ എക്സ്പ്രഷനൊക്കെ വളരെ ശോകമായിരുന്നു. ഒരു നിഷ്കളങ്ക മുഖമുള്ള കഥാപാത്രമായിട്ട് ചൈതന്യ പ്രതാപ് ആ ഒരു ക്യാരക്ടറിന് കറക്റ്റ് മാച്ച് ആയിരുന്നു ലുക്ക് വൈസ് എങ്കിലും പ്രകടനം കൊണ്ട് അത്ര കൺവിൻസിംഗ് ആയിട്ട് വന്നില്ല. സവിത റെഡ്ഡിയുടെ ഡബ്ബിംഗ് കൊണ്ട് മാത്രം ചിലയിടങ്ങളിലൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ചില സർപ്രൈസ് സീനുകളിൽ. സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും വളരെ മോശമായിട്ടാണ് തോന്നിയത്. നമ്മളൊക്കെ ഇപ്പോഴത്തെ ചില ഷോർട്ട് ഫിലിമുകളൊക്കെ കണ്ടാൽ പോലും ഞെട്ടിപ്പോവും, അത്തരത്തിലുള്ള ക്വാളിറ്റിയാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ചിലയിടങ്ങളിൽ ഒരു ഷോർട്ട് ഫിലിമിന്റെ മേക്കിംഗ് ക്വാളിറ്റി പോലും ഇല്ലായിരുന്നു എന്ന് തന്നെ സങ്കടകരമായി പറയേണ്ടി വരും. കാസ്റ്റിംഗിലും മേക്കിംഗിലും ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വേറെ ലെവലാകേണ്ട ഒരു തമിഴ് ത്രില്ലറായിരുന്നു അധോമുഖം. സോ ഇതൊരു മോശം പടം എന്നൊന്നും ഞാൻ പറയുകയില്ല, ഇത്തരത്തിലുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ടെന്ന് മാത്രം. ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ മികവ് കൊണ്ട് ഞാൻ ഇതിന് 3 out of 5 റേറ്റിംഗ് നൽകും. എന്തായാലും മിസ് ചെയ്യരുത്, കണ്ടു നോക്കുക. ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാകാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണ്. ഈ പടം ടെന്റ് കോട്ട, സിംപ്ലി സൗത്ത് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്.